എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ ജനക്കൂട്ടത്തിന് നേരെ ഒരുത്തൻ മുണ്ടഴിച്ചു കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അത് അയാൾ അശ്ലീല പ്രദർശനം നടത്തിയതല്ല, തന്റെ അരഞ്ഞാണവും അരമണിയും ആൾക്കാരെ കാണിക്കാൻ ശ്രമിച്ചതാണെന്ന് ന്യായീകരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ന്യായീകരിക്കുന്നവനെ ജനം എങ്ങനെയാണ് കാണുക? അതുപോലെ അസംബന്ധമാണ് വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരെ ചീറ്റിയ വിദ്വേഷ വിഷം മുസ്ലിം ലീഗിനെതിരെയാണ് എന്ന് ടിപ്പണി ചമയ്ക്കാനും വ്യാഖ്യാനമുണ്ടാക്കാനും ശ്രമിക്കുന്നത്. ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ 4 SNDPയുടെ നിലമ്പൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനകൾ. അവിടെ അദ്ദേഹം പറഞ്ഞ 3 പോയിന്റുകളാണ് വിവാദമായത്. മലപ്പുറം പ്രത്യേകം ചിലരുടെ രാജ്യമാണ്. മലപ്പുറത്തെ ഈഴവർ ചിലരുടെ ഞൊട്ടും ഞോടും മേടിച്ച് ഭയന്ന് ജീവിക്കുന്നവരാണ്. മലപ്പുറത്തെ ഈഴവർക്ക് സ്വതന്ത്രമായി വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും ജീവിക്കാനാവുമെന്ന് തോന്നുന്നില്ല. ഇവയായിരുന്നു വിവാദ പരാമർശങ്ങൾ. ഈ പരാമർശങ്ങളിലൂടെ വെള്ളാപ്പള്ളി ഉന്നം വെച്ചത് മുസ്ലിം ലീഗിനെ അല്ല, മുസ്ലിങ്ങളെ തന്നെയാണെന്ന് കാതും കേൾവിയുമുള്ള സകല മനുഷ്യർക്കും മനസ്സിലാകും. അപ്പോഴാണ് ഇതൊന്നും മുസ്ലിങ്ങൾക്കെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരെയായിരുന്നു എന്ന വാദവുമായി പിണറായി വിജയനും CPM-ഉം രംഗത്ത് വരുന്നത്. ഈ ടിപ്പണിയും വ്യാഖ്യാനം ചമയ്ക്കലും മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കലാണ് എന്ന് തിരിച്ചറിയാത്തിടത്താണ് പിണറായി വിജയനും CPM നേതൃത്വവും പരാജയപ്പെട്ടത്. വെള്ളാപ്പള്ളി വിമർശിച്ചത് മുസ്ലിങ്ങളെ അല്ല, മുസ്ലിം ലീഗിനെയാണ് എന്ന വ്യാഖ്യാനം വന്ന ശേഷവും വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങളുടെ സാമ്പിൾ നോക്കൂ. മലപ്പുറത്ത് മതാധിപത്യമാണ്. മുസ്ലിങ്ങളുടെ മതപരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് ഇതര വിഭാഗങ്ങളെ കട തുറക്കാൻ പോലും അനുവദിക്കാറില്ല. മുസ്ലിങ്ങളുടെ ആചാരങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഇതര മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയാണ്. മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമാക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ല. കേരളത്തിൽ നടക്കുന്നത് ഒരു വിഭാഗത്തിന്റെ മഹാ ആധിപത്യം. ഈഴവർ വേലി പൊളിച്ചോ ഓടിറക്കിയോ വന്നവരല്ല, ഈ രാജ്യത്ത് ജനിച്ചു വന്നവരാണ്. ഇവരൊക്കെ, അതായത് മുസ്ലിങ്ങളൊക്കെ വിദേശത്തു നിന്ന് വന്നവരാണ്, വിരുന്നുകാരാണ്. വിരുന്ന് വന്നവർ ഇന്ന് വീട് ഭരിക്കുന്നു, വീട്ടുകാർ പുറമ്പോക്കിൽ കിടക്കുന്നു. മുസ്ലിം സമുദായം ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു, അവർ വൈകാതെ ഭൂരിപക്ഷമാകും. അതുകൊണ്ട് ഈഴവ സ്ത്രീകൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം. ഈ പരാമർശങ്ങളിലൂടെ വെള്ളാപ്പള്ളി ഉന്നം വെച്ചത് മുസ്ലിം ലീഗിനെയാണ്, മുസ്ലിങ്ങളെ അല്ല എന്ന് പിണറായി വിജയനെ പോലൊരു നേതാവും CPM-നെ പോലൊരു പാർട്ടിയും വ്യാഖ്യാനിക്കുകയും പ്രമേയം പാസ്സാക്കുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്താൽ മൂക്കത്ത് വിരൽ വെക്കുന്നതും അയ്യേ എന്ന് പറയുന്നതും മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രമായിരിക്കുമോ? ഇനി ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് എന്ത് കിട്ടി? വെള്ളാപ്പള്ളിയുടെ സമുദായത്തിന്റെ പിന്തുണ അപ്പാടെ LDF-ന് ലഭിച്ചോ? അതുമില്ല. ഈ അവസ്ഥയെ അരിയും മണ്ണെണ്ണയും എന്നാണ് നാട്ടുഭാഷയിൽ പറയുക. 2021 LDF-ന് തുടർഭരണം ലഭിച്ചതിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ നിർണായകമായിരുന്നു. 2021 LDF വിജയത്തിന്റെ അടിത്തറ ലോക് നീതി CSDS സർവേ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2021 മലബാർ മേഖലയിൽ 2016 അപേക്ഷിച്ച് ഹിന്ദു വോട്ട് കുറയുകയാണ് ചെയ്തത്. 62% നിന്ന് 53%. മുസ്ലിങ്ങളുടെ പിന്തുണ ഈ 2 തെരഞ്ഞെടുപ്പിലും 35%. മലബാർ മേഖലയിൽ ക്രിസ്ത്യൻ പിന്തുണ 48% നിന്ന് 55% ഉയർന്നു. മധ്യ കേരളത്തിൽ ഹിന്ദു വിഭാഗത്തിന്റെ പിന്തുണ 41 നിന്ന് 46%. മുസ്ലിം പിന്തുണ 25 നിന്ന് 49%. ക്രിസ്ത്യൻ പിന്തുണ 48 നിന്ന് 33% കുറഞ്ഞു. തിരുവിതാംകൂർ മേഖലയിൽ ഹിന്ദു പിന്തുണ 44% നിന്ന് 51%. മുസ്ലിം പിന്തുണ 42 നിന്ന് 45%. ക്രിസ്ത്യൻ പിന്തുണ 25 നിന്ന് 40% ഉയർന്നു. മലബാർ മേഖലയിൽ നിന്ന് ഹിന്ദു വിഭാഗത്തിൽ നിന്നും മധ്യ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും പിന്തുണ കുറഞ്ഞിട്ടും 2016 മെച്ചപ്പെട്ട വിജയം LDF-ന് 2021 ലഭിച്ചു. ഇതിന്റെ പ്രധാന കാരണം ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അഭൂതപൂർവമായ പിന്തുണയാണ് എന്ന് കാണാം. ലോകനീതി CSDS സർവേയിൽ വെളിപ്പെട്ട മറ്റൊരു വസ്തുത കൂടി ഇവിടെ പ്രസക്തമാണ്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് LDF-ന് ലഭിച്ച പിന്തുണ ആ മതവിഭാഗത്തിലെ പാവപ്പെട്ടവരുടേതായിരുന്നു എന്ന് ആ സർവേ വിലയിരുത്തുന്നു. മുസ്ലിങ്ങളിലെ പാവപ്പെട്ടവരിൽ 35% 2016 LDF-നെ പിന്തുണച്ചത്. 2021 അത് 46%. ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇത് 36 നിന്ന് 44% വർദ്ധിച്ചു. 2016-21 LDF ഗവൺമെന്റിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, സംഘപരിവാറിനെതിരെ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടങ്ങിയവയുടെ ഒക്കെ ഫലമായിട്ടാണ് സമൂഹത്തിൽ LDF-ന്റെ ജനപിന്തുണ വർദ്ധിച്ചത്. സീറ്റുകളുടെ എണ്ണം 91 നിന്ന് 99 ഉയർന്നു. 2016 LDF-ന് ആകെ ലഭിച്ചത് 87,28,934 വോട്ടുകളാണ്. 2021 അത് 1,05,55,616 ഉയർന്നു. ഒന്നാം പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ തൊട്ടു മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിലെ ആകെ വോട്ടിൽ 18 ലക്ഷത്തിന്റെ വർധനയാണ് ഉണ്ടായത്.
രണ്ടാം പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ തൊട്ടുമുന്നേയുള്ള തെരഞ്ഞെടുപ്പിലെ ആകെ വോട്ടിൽ കുറഞ്ഞത് 24 ലക്ഷം വോട്ട് എന്ന് മാത്രമല്ല, ആകെ വോട്ട് 2016 കിട്ടിയതിനേക്കാൾ താഴെ പോയി. 2016 87 ലക്ഷം വോട്ട് ലഭിച്ച സ്ഥാനത്ത് 2026 81 ലക്ഷം വോട്ട് മാത്രമാണ് LDF ലഭിച്ചത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണല്ലോ പഠിക്കേണ്ടത്. 2016 നിന്ന് 2021 എത്തുമ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് LDF പിന്തുണ വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് ചോർത്തിക്കൊണ്ടല്ലാതെ തങ്ങൾക്ക് യാതൊരു ഇലക്ഷൻ നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് സ്വാഭാവികമായും UDF മനസ്സിലാക്കി. അതിന് ന്യൂനപക്ഷ വോട്ടുകളുടെ അവർക്കനുകൂലമായ ഏകീകരണമാണ് എക്കാലത്തെയും അവരുടെ തുറുപ്പുചീട്ട്. സർക്കാരിനെ പൊതുവെയും CPM പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പ്രൊപ്പഗാൻഡ സ്വാഭാവികമായും UDF ആസൂത്രണം ചെയ്തു. പണ്ടും അവരത് ചെയ്തിട്ടുണ്ട്. 2001 തെരഞ്ഞെടുപ്പ് കാലത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെ അവർ കത്തിച്ചത് നാദാപുരത്തെ തിരുവമ്പ്രത്ത് നബീസയുടെ പേരിൽ കെട്ടിച്ചമച്ച ഒരു ബലാത്സംഗ കഥയായിരുന്നു. അതുപോലെ ശക്തവും മനസ്സിൽ തറയ്ക്കുന്നതുമായ ഒരു പ്രചരണം കൊണ്ട് മാത്രമേ UDF അനുകൂലമായി സംസ്ഥാന വ്യാപകമായി ഒരു മുസ്ലിം ഏകീകരണം സാധ്യമാകൂ എന്ന് ലീഗിനാരും പ്രത്യേകം ക്ലാസ് എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് മുസ്ലിം ലീഗ് ആ ആയുധങ്ങൾ പ്രയോഗിച്ചത്? 2021 ഡിസംബർ 10 മുസ്ലിം ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലി ലീഗിന്റെ മാറിയ അജണ്ടയുടെ പരീക്ഷണശാലയായിരുന്നു. 3 കാര്യങ്ങളാണ് ഈ റാലിയെ കുപ്രസിദ്ധമാക്കിയത്. 1. പിണറായി വിജയനെ ജാതീയമായി അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുസ്ലിം ലീഗിന്റെ റാലിയിൽ ഉയർന്നു. 2. മലബാറിലെ ഈഴവർക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളുമായി KM ഷാജിയുടെ വിവാദ പ്രസംഗം. പിണറായി വിജയന്റെ മകളും മുഹമ്മദ് റിയാസും തമ്മിലുള്ള വിവാഹത്തെ വ്യഭിചാരമായി ചിത്രീകരിച്ച അബ്ദുറഹ്മാൻ കല്ലായിയുടെ പ്രസംഗം. പിണറായി വിജയന് മാത്രമല്ല, പിണറായി വിജയന്റെ സമുദായത്തെയും ശത്രുപക്ഷത്ത് നിർത്തിയുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിന്റെ ഉദ്ഘാടനമായിരുന്നു കോഴിക്കോട് 2021 മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലി. ഈ ഹേറ്റ് ക്യാമ്പയിന്റെ മറ്റൊരു എപ്പിസോഡായിരുന്നു പിണറായിയുടെ സഹോദരൻ തലശ്ശേരി കലാപകാലത്ത് പാറപ്പുറത്ത് ഒരു മുസ്ലിം പള്ളി പൊളിച്ച കേസിൽ പ്രതിയായിരുന്നു എന്ന കള്ളക്കഥ. 2001 തിരുവമ്പ്രത്ത് നബീസ എന്ന സ്ത്രീയെ നിസ്കാരപ്പായിലിട്ട് CPMകാർ ബലാത്സംഗം ചെയ്തു എന്ന നീചമായ കള്ളക്കഥയുടെ പുതിയ വേർഷനായിരുന്നു ഈ പള്ളി പൊളിക്കൽ കേസ്. അനേകം പൊതുയോഗങ്ങളിൽ KM ഷാജി ഈ കള്ളക്കഥ മുസ്ലിം മതവിശ്വാസികളുടെ ഉള്ളിൽ പതിയും വിധം പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ യൂട്യൂബ് ഷോർട്സായും ഫേസ്ബുക്ക് റീലുകളായും വാട്സപ്പ് വീഡിയോകളായും വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. ബാബറി മസ്ജിദിന്റെ തകർച്ച പോലും KM ഷാജി ഇത്ര വൈകാരികമായി അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ പെരുങ്കള്ളം ഒരു മടിയും കൂടാതെ അയാൾ പൊതുയോഗങ്ങളിൽ ആവർത്തിച്ചു. അവസാനം ജമായത്തെ ഇസ്ലാമിക്ക് വേണ്ടി മാധ്യമ ജിഹാദ് നടത്തുന്ന മീഡിയ ഒന്നിന് നൽകിയ അഭിമുഖത്തിലും ഈ കള്ളക്കഥ ആവർത്തിച്ച് അതിന്റെ ആധികാരികത ഉറപ്പിച്ചു. മറുവശത്തോ പിണറായിക്കെതിരെ നടന്ന സംഘടിതമായ ഈ വെറുപ്പിന്റെ പ്രചരണത്തെ ഏതെങ്കിലും തരത്തിൽ ചെറുക്കാനോ പ്രതിരോധിക്കാനോ CPM കാര്യമായി ഒന്നും ചെയ്തില്ല. പിണറായിയുടെ മകളുടേത് വിവാഹമല്ല, വ്യഭിചാരമാണെന്ന കടുത്ത അധിക്ഷേപം ഉയർത്തിയപ്പോഴോ, പിണറായിയുടെ സഹോദരൻ പള്ളി വിളിച്ച കേസിൽ പ്രതിയാണെന്ന പച്ചക്കള്ളം മാധ്യമങ്ങളിൽ ആവർത്തിച്ചപ്പോഴോ മുസ്ലിം ലീഗിനെ നിയമപരമായോ രാഷ്ട്രീയമായോ ചോദ്യം ചെയ്യാൻ ഒരു CPM നേതാവും രംഗത്തിറങ്ങിയില്ല. ഒരു പത്രസമ്മേളനവും ഉണ്ടായില്ല, ഒരു പ്രതിഷേധ പ്രകടനവും ഉണ്ടായില്ല. എന്തിന് ഒരു വക്കീൽ നോട്ടീസ് പോലും ലീഗ് നേതാക്കൾക്കെതിരെ ആരും അയച്ചില്ല. പിണറായിയുടെ സഹോദരൻ മുസ്ലിം പള്ളി പൊളിച്ച കേസിൽ പ്രതിയാണെന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചതിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. പിണറായിയോ പിണറായിയുടെ കുടുംബമോ ആയിരുന്നില്ല ഉന്നം. പിണറായി പിറന്ന സമുദായത്തെ ആകെ മുസ്ലിം വിരോധികളായി ചിത്രീകരിക്കാനാണ് ഈ ഹീനമായ കള്ളക്കഥ മുസ്ലിം ലീഗിന്റെ നേതാക്കളും മീഡിയ വൺ ചാനലും സംഘടിതമായി ആവർത്തിച്ച് പ്രചരിപ്പിച്ചത്. പിണറായിക്കെതിരെ ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ തന്റെ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളുമായി ഗോദയിൽ അവതരിച്ചത്. ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ, ഒരു യാഥാർത്ഥ്യബോധവും ഇല്ലാതെ പിണറായി വിജയൻ നേരിട്ട് ആ കെണിക്ക് തലവെച്ചു. അതോടെ മുസ്ലിം ലീഗിന്റെ വെടി ലക്ഷ്യം കണ്ടു. 2021 സ്വാഭാവികമായി LDF വന്നു ചേർന്ന മുസ്ലിം അനുഭാവം അടർത്തി മാറ്റാൻ, അതൊരു അതിശക്തമായ കാരണമായി പ്രയോഗിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു. വെള്ളാപ്പള്ളിയുടെ ഈ അടവിനും ഒരു പുതുമയുണ്ടായിരുന്നു. 2016 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ സമത്വ മുന്നേറ്റ യാത്ര നടത്തി BDJSന്റെ രൂപീകരണം പ്രഖ്യാപിച്ചത്. അന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വെള്ളാപ്പള്ളി മുസ്ലിം വിദ്വേഷം ചീറ്റിയിരുന്നു. മാൻഹോളിൽ രക്ഷാപ്രവർത്തനം നടത്തവേ മരണപ്പെട്ട നൌഷാദിനെ വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചത് സമത്വ മുന്നേറ്റ യാത്രക്കിടയിലാണ്. അന്നാണ് വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിലെ തൊഗാഡിയ എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. ആ യാത്രയിൽ മുസ്ലിം വിദ്വേഷ വിഷം തുപ്പുന്നതിനൊപ്പം CPMനെയും വെള്ളാപ്പള്ളി കടന്നാക്രമിച്ചിരുന്നു. കൂട്ടത്തിൽ പറയട്ടെ, അന്ന് BDJS CPMന്റെ ഈഴ വോട്ടുകൾ സമൂലമായി കവരുമെന്നും അതുവഴി
തങ്ങൾക്ക് തുടർഭരണം സാധ്യമാകുമെന്നുമാണ് 2016 UDF-ഉം കോൺഗ്രസും കിനാവ് കണ്ടത്. പക്ഷെ അന്ന് വെള്ളാപ്പള്ളിയെ പിണറായി വിജയനും VS അച്യുതാനന്ദനും നിലം തൊടിയിക്കാതെ ആക്രമിച്ചു. നേരത്തെ പറഞ്ഞു, കേരള തൊഗാഡിയ എന്നാണ് പിണറായി അന്ന് വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിച്ചത്. അന്നത്തെ വെള്ളാപ്പള്ളി CPM-നെ കടന്നാക്രമിച്ചുകൊണ്ടാണ് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ചത്. ഇന്നത്തെ വെള്ളാപ്പള്ളിയോ പിണറായിയെ പുകഴ്ത്തുന്നു, CPM-നെ പ്രകീർത്തിക്കുന്നു, LDF-ന്റെ തുടർഭരണം പ്രവചിക്കുന്നു, അതോടൊപ്പം മുസ്ലിം വിദ്വേഷവും തുപ്പുന്നു. CPM-നോട് ചേർന്ന് നിൽക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് മുസ്ലിം വിദ്വേഷം പ്രസംഗിക്കുന്ന വെള്ളാപ്പള്ളി 2016 വെള്ളാപ്പള്ളിയേക്കാൾ അപകടകാരിയാണെന്ന് തിരിച്ചറിയാൻ CPM-നും പിണറായി വിജയനും കഴിഞ്ഞില്ല. CPM ഒരു കാലത്തും ചെയ്തുകൂടാത്ത ചരിത്രപരമായ മണ്ടത്തരമാണ് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ചെയ്തു വെച്ചത്. LDF-നും CPM-നും പിന്നിൽ വർഗപരമായി അണിനിരന്ന മുസ്ലിം മതവിശ്വാസികളുടെ ഞരമ്പിൽ കടുത്ത അവിശ്വാസം കുത്തിവെക്കാൻ അവസരം നോക്കി നടക്കുകയായിരുന്നു മുസ്ലിം ലീഗും UDF-ഉം. അവർക്ക് സൗജന്യമായി മരുന്നും സിറിഞ്ചും സപ്ലൈ ചെയ്ത തിരുമണ്ടൻ രാഷ്ട്രീയ നീക്കമായിരുന്നു വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കാൻ നടത്തിയ ശ്രമം. അതോടെ 2021 ലഭിച്ച മുസ്ലിം പിന്തുണയുടെ സിംഹഭാഗവും LDF-ന് നഷ്ടമായി. വെള്ളാപ്പള്ളിയിലൂടെ പ്രതീക്ഷിച്ച ഈഴവ പിന്തുണയും ഗോവിന്ദയായി. പല കാര്യത്തിലും എന്ന പോലെ ഇക്കാര്യത്തിലും പിണറായി വിജയനെ തിരുത്തേണ്ട ഉത്തരവാദിത്വം CPM നേതൃത്വത്തിനുണ്ടായിരുന്നു. പണ്ട് മഹാത്മാഗാന്ധിയെ മതമൗലികവാദിയായി ചിത്രീകരിച്ച് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ EMS-നെ പാർട്ടി തിരുത്തിയിരുന്നു. EMS-നെ തിരുത്താൻ ചങ്കൂറ്റം കാണിച്ച CPM നേതൃത്വത്തിന് പിണറായി വിജയനെയും തിരുത്താൻ കഴിയണമായിരുന്നു. ഒരു വശത്ത് പിണറായി വിജയനെതിരെ നടന്ന വ്യാപകമായ ഹെയ്റ്റ് ക്യാമ്പയിനെ പ്രതിരോധിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ട CPM നേതൃത്വം. ആ CPM നേതൃത്വം പിണറായി വിജയന്റെ വെള്ളാപ്പള്ളി ന്യായീകരണത്തെ പിന്തുണച്ചതോടെ പിണറായിയുടെ പ്രതിച്ഛായ കൂടുതൽ മോശപ്പെടുകയാണ് ചെയ്തത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടത്തിയ അതേ മുസ്ലിം വിദ്വേഷ പ്രചരണമാണ് വെള്ളാപ്പള്ളി 2026 ആവർത്തിച്ചത്. വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ അല്ല, മുസ്ലിം ലീഗിനെയാണ് ഉന്നം വെച്ചതെന്ന ദുർവ്യാഖ്യാനം ചമയ്ക്കുക വഴി CPM ആദ്യം ചെയ്തത് സാമാന്യ മനുഷ്യരുടെ ചിന്താശേഷി അവഹേളിക്കലായിരുന്നു. 2, CPM-നെ ഒരു ഹിന്ദു പാർട്ടിയായും CPM-ലെ ഹിന്ദു നാമധാരികളായ നേതാക്കളെ സംഘപരിവാർ അനുകൂലികളായും ചിത്രീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ആസൂത്രണം ചെയ്ത ഹേറ്റ് ക്യാമ്പയിന് സ്വന്തം പക്ഷത്തു നിന്ന് സംഭാവന ചെയ്ത പ്രഹരശേഷിയുള്ള ആയുധമായിരുന്നു CPM-ന്റെ വെള്ളാപ്പള്ളി അനുകൂല നിലപാട്. അത് CPM-ന്റെ സെക്യുലർ പ്രോഗ്രസീവ് പാരമ്പര്യത്തിൽ നിന്നുള്ള പിന്നോട്ടു പോകലായി ചിത്രീകരിച്ച ആഖ്യാനത്തിന് മുസ്ലിം ജനവിഭാഗത്തിന് പുറത്തും വലിയ സ്വീകാര്യത ലഭിച്ചു. പിണറായി വിജയനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ എന്തും പ്രചരിപ്പിക്കാമെന്ന അവസ്ഥ ലീഗിന് മുന്നിൽ തുറന്നു കിട്ടി. SIR പിണറായി വിജയന്റെ സൃഷ്ടിയാണെന്നും LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്നുമൊക്കെ ഒരു മടിയും കൂടാതെ വീടാന്തരം മുസ്ലിം ലീഗുകാർക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. വെള്ളാപ്പള്ളിയുടെ ചെലവിൽ ഈ അസംബന്ധ പ്രചരണങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചുവെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് സ്വീകരണം നൽകാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച വൻ സമ്മേളനങ്ങളിൽ ചിലതൊക്കെ CPM മന്ത്രിമാരാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളം മുസ്ലിം ഭൂരിപക്ഷ നാടാകാൻ അധിക കാലം വേണ്ടെന്നും കേരളം ഭരിക്കുന്നത് മുസ്ലിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന സർക്കാരാണെന്നും കോട്ടയത്ത് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചതിന്റെ തൊട്ടുപിറ്റെന്നാണ് പള്ളാത്തുരുത്തിയിൽ വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ച് ആ സർക്കാരിലെ മന്ത്രിയായ BN വാസവൻ പ്രസംഗിച്ചത്. CPM മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുന്ന വെള്ളാപ്പള്ളിയുടെ സ്വീകരണ യോഗങ്ങൾ മുസ്ലിം വിരുദ്ധ പ്രചരണത്തിന്റെ വേദിയായി അധപ്പതിക്കുന്നതിൽ പാർട്ടി നേതൃത്വവും സർക്കാരും ഒരപകടവും കണ്ടില്ല. എന്നാൽ CPM-ന്റെ മതേതര പാരമ്പര്യത്തെ നെഞ്ചേറ്റിയവർക്ക് ആ കാഴ്ച കനത്ത ആഘാതമായിരുന്നു. അങ്ങനെ CPM-ന്റെയും LDF-ന്റെയും ഈ കനത്ത പരാജയത്തിൽ വെള്ളാപ്പള്ളി ഫാക്ടർ അതിനിർണായകമായ ഘടകമായി. അടുത്ത വീഡിയോയിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ നടന്ന പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ CPM-ന് കഴിഞ്ഞോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, അക്കാര്യം പരിശോധിക്കാം. സ്റ്റേ ട്യൂൺഡ്.